ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു റിവ്യൂയിലേക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വീക്കിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു സ്പൈ യൂണിവേഴ്സ് മൂവിയാണ്. ആൽഫ എന്നാണ് ഇത്തരത്തിൻ്റെ പേര്. അറിയാലോ, ആൽഫ എന്ന് കുറിച്ച് പറയുമ്പോൾ അൽഫാം അല്ല, ആൽഫയാണ്. ആൽഫ എന്ന് പറയുമ്പോൾ അതിലോട് കൂടുതലായി നമുക്ക് തന്നെ കിടക്കാം. ആൽഫ ഒരു സ്പൈ യൂണിവേഴ്സ് ഫിലിമാണ്. യഷ്രാജ് ടീംസിൻ്റെ വകയാണ് ആൽഫ, അറിയാലോ. അപ്പോൾ വേറെ സ്പൈ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. ടൈഗർ, അതുപോലെ തന്നെ ഒട്ടനവധി ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ചിത്രമാണ് ടൈഗർ 2, അതുപോലെ തന്നെ പതാൻ, അവസാനം ആണെങ്കിൽ ജവാനൊക്കെ പെടുന്ന ചിത്രമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ടീമൊക്കെ വരുമ്പോൾ തന്നെ ഒരുപാട് ചിത്രങ്ങൾ അതുപോലെ തന്നെ ഹൃതിക് റോഷൻ ചിത്രങ്ങളൊക്കെ സമ്മാനിച്ചിട്ടുള്ളതാണ്. എൻ്റെ പേരുകളൊക്കെ വിട്ടുപോയി. അപ്പോൾ അതൊക്കെ ഇതിലൊക്കെ സ്പൈ യൂണിവേഴ്സിൽ ഉൾപ്പെടുത്തുന്ന ചിത്രമാണ്. അതായത് ഒരുപാട് സൽമാൻ ഖാൻ, അതുപോലെ തന്നെ ഷാറുഖ് ഖാൻ, ആലിയ ഭട്ട്, കരീന കപൂർ തുടങ്ങിയ ഈ ടീമിൽ വരുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇതിൽ ഈ സ്പൈ യൂണിവേഴ്സിൽ അവസാനമായിട്ട് ചെന്നെത്തിപ്പെട്ടിട്ടുള്ള മറ്റൊരു ബോംബ് കഥയാണ് ആൽഫ. അല്ലെങ്കിൽ ഒറ്റവാക്കിൽ പറഞ്ഞ ആൽഫ കൊണ്ട് ഉദ്ദേശിച്ചുള്ള കാര്യം നമുക്ക് പയ്യെ തന്നെ ആൽഫയിലോട്ട് വരാം. അപ്പോൾ ആൽഫയുടെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ശിവാവ് റൺവാളിയാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ സുമാലി ഷക്കുള ആണ് സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത്. കാശി നോക്കി കഴിഞ്ഞാൽ ആലിയ ഭട്ട്, ബോബി ഡിയോൾ, അനിൽ കപൂർ തുടങ്ങിയ പ്രധാനമായും കാശിഞ്ഞ വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഒരു വ്യക്തിയും ക്യാമറോൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേറെ താരങ്ങളൊക്കെ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രം. പക്ഷെ ആൽഫയ്ക്ക് എന്താണ് എന്താ പറയുക, ഒരു പോരായ്മ നോക്കി കഴിഞ്ഞാൽ ചിത്രം തന്നെയാണ് ഒരു പോരായ്മ. കാരണം ബഡ്ജറ്റൊക്കെ അത്രത്തോളം എടുത്ത് കാണിച്ചിട്ടുണ്ടോ, പക്ഷെ അതിനകത്തുള്ള ഒരു സ്ക്രീൻ പ്ലേ മുന്നോട്ട് വയ്ക്കുന്നില്ല. വളരെ ഫ്ലാറ്റായി പോയിട്ടുള്ള ഒരു തിരക്കഥ പോലെയാണ് അനുഭവപ്പെട്ടത്. ആൽഫയെ കുറിച്ച് പറയുമ്പോൾ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ അതിൽ നിന്നും മറ്റൊരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ പുറത്താക്കുന്നതും അദ്ദേഹം പിന്നീട് രാജ്യത്തിന് വേണ്ടി സ്വന്തം മകളെ തന്നെ തിരിക്കുന്നതൊക്കെയാണ് കഥയായിട്ട് മുന്നോട്ട് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ആൽഫ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു ടീമിനെ ഒരുക്കുന്ന ഒരു കോഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ആൽഫ ഉപയോഗിച്ചിട്ട് ഒരു പെൺകുട്ടിയെ ടോർച്ചർ ചെയ്യുന്ന കഥ മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ കഥാപാത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആലിയ ഭട്ട്, അതുപോലെ തന്നെ ഷവാരി എന്ന് പറയുന്ന ഒരു നടിയുണ്ട്. ഞാൻ തോന്നുന്ന പേര് മൊത്തമായിട്ട് വലിയ ഒരു പിടുത്തല്ല. അപ്പോൾ ഇവരെ സഹോദരിയായിട്ട് വന്നിട്ടുള്ള കഥാപാത്രമാണ്. ഇപ്പോൾ അനിൽകുമാറാണ് ഫാദറിൻ്റെ റോൾ വന്നിട്ടുള്ളത്. ബോബി ഡിയോളാണ് വില്ലൻ റോള്. നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രെയിലറോ ടീച്ചറോ കണ്ടായിരുന്നാൽ വ്യക്തമാണ് മറ്റാരും ആ റോൾ ചെയ്യാൻ, പിന്നെ ഞാനല്ലാതെ പിന്നെ ആര് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അവർ സ്റ്റാർട്ടിങ് തന്നെ ഒരു മിലിറ്ററി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് അറിയാലോ, അതായത് ഒരു നാടിനെ വിപത്തുകൾ സമ്മാനിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. അതേ സ്ഥിരമായിട്ട് ബോംബ് കഥ, അല്ലെങ്കിൽ ഒരുപാട് പേർ കൊല്ലപ്പെടുന്നു, ആര് എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നു. 1999 കഥ ആരംഭിക്കുന്നത്. പിന്നീട് ഒരു 2 ഇയർ ശേഷം കാണിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു 3 മാസം കാണിക്കുന്നു, പിന്നെ 2 മാസം കാണിക്കുന്നു. അങ്ങനെ ഒരുപാട് മാസം കറങ്ങി പോകുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ അനിൽ കപൂറിൻ്റെ മകളായിട്ടാണ് ആലിയ ഭട്ട് ജനിക്കുന്നതും. പിന്നീട് ആ കുട്ടിയെ കാണാതാവുന്നതും അതിനെതിരെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതാണ് അതിന് കണ്ടന്റ് വൈസ് രൂപീകരിച്ചത്. സ്ഥിരമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. പിന്നീട് തിരിച്ചറിയുന്നു, അതുപോലെ തന്നെ ഫാദർ സ്നേഹം, പൂവണിയുന്നു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ കണ്ടന്റ് വൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളായിട്ടൊന്നും തന്നെ തോന്നിയിരുന്നില്ല. അതുപോലെ തന്നെ ആലിയയെ കുറിച്ച് പറയുമ്പോൾ അതായത് ഫിസിക്കലി നല്ലൊരു ഓക്കെ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ തന്നെ ഒരുപാട് ആക്ഷൻ സീൻസ് ഒക്കെ അവർക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല കൊള്ളാവുന്ന രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചു. എസ്പെഷ്യലി അവർ ഇൻട്രോ സീനിൽ കാണിച്ചിട്ടുള്ള ഒരു ഫാഡറിൽ വെച്ച് നടക്കുന്ന കുറച്ച് സീൻസൊക്കെ ഉണ്ട്, അതൊക്കെ കൊള്ളാമായിരുന്നു. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മുടെ ഒരു GTA Vice City അല്ലെങ്കിൽ ഫ്രീ ഫയർ ഒക്കെ കാണിക്കുന്ന ഒരു ഓർമ്മ എനിക്ക് തോന്നി. കാരണം പ്രത്യേകിച്ച് എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പറ്റിയുള്ള ഒരു പോരായ്മ തന്നെയാണ്. ഈ കറക്റ്റായിട്ട് ഗ്രീൻ സ്ക്രീൻ എന്താണെന്ന് എടുത്ത് കാണിക്കുന്ന തരത്തിലായിരുന്നു ആ ഫൈറ്റ് സീനൊക്കെ എടുത്ത് കാണിച്ച ഒരു ആനിമേഷൻ പരിപാടി തന്നെ വ്യക്തമായി തന്നെ മനസ്സിലാവുന്ന കാര്യം തന്നെയായിരുന്നു എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേരെ കൊല്ലുന്ന ഭാഗമായി കാണിക്കുന്നു. ബോംബ് വെച്ച് പൊട്ടിക്കണമല്ലോ, അതിനെ തിരിച്ചറിയുന്ന ഭാഗം കാണിക്കുന്നു. ഒത്തുകൂടുന്നു, ഒരുപാട് പേരെ കൊല്ലുന്നു. അതൊക്കെ തന്നെയാണ് കഥ മുന്നോട്ട് പോയിട്ടുള്ളത്. പടത്തെ കുറിച്ച് എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായി എനിക്ക് പറയാനുള്ളത് ആലിയ എന്ന് പറയുന്ന ആ നടിയുടെ ഒരു ഫിസിക്കലായിട്ട് വരുന്ന ആക്ഷൻ സീക്വൻസും ഒക്കെ തന്നെയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സഹോദരി എന്നുള്ള കഥാപാത്രമുണ്ട്, അവരുടെ ആക്ഷൻസും ലുക്കും കാര്യങ്ങളൊക്കെ കൊള്ളാമായിരുന്നു. പിന്നെ ബാക്കിയൊക്കെയും കഥം തന്നെയാണ്. പിന്നെ ബോബി ഡിയോളൊക്കെ എന്തിനാണ് ഇതേപോലത്തെ ചിത്രങ്ങളൊക്കെ തല വയ്ക്കുന്ന ഓർത്ത് കഴിഞ്ഞാൽ ഒരു നോ ഐഡിയ എന്ന് തന്നെ പറയാൻ സാധിക്കുള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലുക്ക് കിടിലായിരുന്നു. അതായത് പഴയ ഒരു കാലഘട്ടം കാണിക്കുമ്പോൾ ലുക്കൊക്കെ ഉണ്ട്. അതായത് താടി ഒരു ചുള്ള ലുക്ക് തന്നെയാണ്, അത് വേറെ രക്ഷയില്ല, എടുത്ത് പറയണം. അപ്പോൾ അനിൽ കപൂർ അറിയാലോ, നല്ലൊരു നടൻ തന്നെയാണ്. നമ്മുടെ ചന്ദ്രലേഖയിലൊക്കെ മലയാളത്തിലേക്ക് വന്നു പോയ ഒരു കഥാപാത്രമായിരുന്നു ആ വ്യക്തി. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു ഫാദറിൻ്റെ റോളാണ്. അദ്ദേഹത്തിന് കുറച്ച് ബിൽഡപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്.
പിന്നെ ഒരു ക്യാമറകൾ വരുന്നുണ്ട്. ആ ക്യാമറ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ ഒരു കഥാപാത്രം കബീർ, ആ കബീർ ആരാന്ന് അല്ലെങ്കിൽ സ്പൈ യൂണിവേഴ്സ് കാണുന്ന ഒരു വ്യക്തിക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ആ വ്യക്തിയെ കാണിച്ചപ്പോൾ യാതൊരു ഒച്ചയും എനിക്കും ഉണ്ടായില്ല. എന്തിനോ വേണ്ടി ഒരു തിളച്ചുള്ള സാമ്പാറായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇത് ഇൻട്രോ കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഡയലോഗോ ഒരു 10 മിനിറ്റ് പോലും അദ്ദേഹത്തിന് ഇല്ല. ഏകദേശം പടം തീരെ അരമണിക്കൂറുള്ള ടൈമിലാണ് ആ വ്യക്തി കടന്നു വരുന്നത്. മുഴുനീള അരമണിക്കൂറിൽ ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ ആ ഒരു ചെറിയ പോർഷൻസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയി. പിന്നീട് വീണ്ടും പഴയ ടീമിനെ തന്നെ വീണ്ടും ആ ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ അവർ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കുറേ മഴയത്ത് നടക്കുന്ന കുറേ അപരാധ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് വെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പടത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മകൾ നെഗറ്റീവായിട്ട് ഞാൻ പറയുന്ന ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ തന്നെയായിരിക്കും. 2.5 മണിക്കൂറിൻ്റെ അടുത്ത് പോലും ചിത്രം വരുന്നില്ല. 2.25 മണിക്കൂറൊക്കെ എന്തോ ഉള്ള ഡൗട്ട്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനമായിട്ടും തിരക്കഥ തന്നെയാണ് വളരെ വില്ലനായിട്ട് വന്നിട്ടൊരു കാര്യമായിട്ട്. കാരണം ഒട്ടും തന്നെ മൂവ് ഓൺ ആവുന്നില്ല. കാരണം നമ്മൾ സ്ഥിരമായിട്ടുള്ള കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. യാതൊരു മാറ്റമില്ല. സ്ഥിരമായിട്ടുള്ള ഒരു ബോംബ് കഥ പരിപാടിയും കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു പാസം, അതായത് ഒരു അച്ഛൻ മകൾ തമ്മിലൊരു ബോണ്ട് അല്ലെങ്കിൽ മകളെ കാണാതായിട്ട് അച്ഛനെ തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് മറ്റിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ രാജസ്ഥാനം പൂവണിയുന്നു കാര്യങ്ങളൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഏതാണ്ട് യാതൊരു തരത്തിലുള്ള ഒരു പോസിറ്റീവൈറ്റോ തിരക്കഥയോ എവിടെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ തിരക്കഥ എന്ന് പറയുന്ന സംഭവം കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നെങ്കിൽ കാണാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയേനെ. പക്ഷെ ആ ഡയലോഗൊക്കെ വളരെ മോശമായിട്ടൊരു ഡയലോഗ് ഡെലിവറിയും സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെയൊക്കെയാണ്. പക്ഷെ ഈ കഥാപാത്രം അല്ലെങ്കിൽ ആര്യ ചെയ്യുന്ന ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഒട്ടും തന്നെ കാണുന്ന പ്രേക്ഷകർക്ക് ആ ഒരു വാവ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫീല് കിട്ടുന്നില്ല. വളരെ നെഗറ്റീവായിട്ട് തന്നെ അത് അനുഭവപ്പെട്ടു. പിന്നെ ഇമോഷണലോട്ട് തന്നെ ടച്ച് ആവുന്നത് കരഞ്ഞ് പറയുന്ന പല പല സീൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാഗങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഒട്ടും തന്നെ ആ ഒരു കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയോ ഒരു മിസ്സിങ് ഉള്ള പോലെയൊക്കെ തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ പടത്തിൻ്റെ ഒരു തിരക്കഥ എന്ന് പറയുന്ന ആ ഒരു പോർഷൻസും ശ്രദ്ധിക്കാൻ പോയാൽ അത്യാവശ്യം കാണാൻ പറ്റുന്ന തരത്തിലായിരുന്നു. പിന്നെ പശ്ചാത്തലമായിരുന്ന ബാൻഡ് സ്കോറും യാതൊരു തുണയും നൽകുന്നില്ല. പാട്ടുകളൊക്കെ അവിടെ വന്നു പോകുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ പോരായ്മകളായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പടത്തിൽ അല്പമെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ വരുന്ന കുറച്ച് പോർഷൻസ് ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇവർ തമ്മിലുള്ള കുറച്ച് കോമ്പിനേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ക്ലൈമാക്സ് ഒക്കെ എന്തോ വേണ്ടി കാണിച്ച പോലൊക്കെ അനുഭവപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നതൊക്കെ. ലാസ്റ്റ് ഒരു പീരിങ്ങിലിട്ടിട്ടൊരു സംഭവമൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുക്കുള്ളിൽ പറഞ്ഞ സ്പോയിലറായിപ്പും ആ മാതിരി പരിപാടിയൊക്കെയാണ് പടത്തിൽ എടുത്ത് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇമോഷണലി കണ്ടു ചെയ്യാൻ വേണ്ടി എൻഡൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒട്ടും തന്നെ അത് സെറ്റ് ആവുന്നില്ല. പിന്നെ റബൽ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഒരു വാവ് ഫാക്ടറും സമ്മാനിക്കുന്ന തരത്തിലായിരുന്നു ഫസ്റ്റ് ഹാഫൊക്കെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നില്ല. ആൽഫയെ കുറിച്ച് പറയുമ്പോൾ ഒരു അൽഫാമെങ്കിലും പ്രതീക്ഷ പോയവർക്ക് എന്താ പറയുക ഒരു 65 കിട്ടാത്ത പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ആൽഫയെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക ഒരു പകുതിയും വേവാതെ കിട്ടിയിട്ടുള്ള ഒരു അൽഫാം അല്ലെങ്കിൽ എന്താ പറയുക ഒട്ടും തന്നെ ആപ്റ്റ് ആവാത്ത സ്ഥിരമായിട്ടുള്ള ഒരു ബോംബ് കഥ ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ബോംബ് കഥ തന്നെയാണ്. നമ്മൾ പണ്ട് എവിടെയോ മറന്നു പോയിട്ടുള്ള ആ ഒരു പഴയൊരു ബോംബ് കഥ വീണ്ടും വന്ന് പൊട്ടിച്ചു നമ്മുടെ കയ്യിൽ വെച്ചിട്ട്. അത് തീർച്ചയായും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കി വീഡിയോ കാണുക. അപ്പം ഇന്നത്തെ ഇപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.